UDF കട്ടപ്പനയിൽ സങ്കുചിതമായ രാഷ്ട്രീയമാണ് നടത്തിയതെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. കുടിവെള്ളത്തിനകത്ത് പോലും രാഷ്ട്രീയം കളിക്കുകയാണ് UDF ചെയ്തതെന്നും പദ്ധതി നടപ്പിലാക്കാൻ പൊതുപ്രവർത്തകരടക്കം ഇടപെട്ട് സ്ഥലം വിലയ്ക്ക് വാങ്ങി നൽകേണ്ടി വന്നെന്നും CV വർഗീസ് കുറ്റപ്പെടുത്തി. ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയാതെ കോൺഗ്രസ് തീരുമാനമെടുക്കാൻ KPCCക്ക് വിട്ടിരിക്കുന്ന അവസ്ഥയാണെന്നും CV വർഗീസ് പറഞ്ഞു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് കോൺഗ്രസിനും UDFനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കട്ടപ്പനയിലെ വികസനത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് സങ്കുചിതമായ രാഷ്ട്രീയമാണ് സ്വീകരിച്ചതെന്നും CV വർഗീസ്. കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പൊതു നേട്ടത്തിന്റെ പട്ടികയിലേക്ക് ഇവിടെ എത്തിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? അതിന് പ്രധാനപ്പെട്ട കാര്യം സങ്കുചിതമായ രാഷ്ട്രീയമാണ് UDF നേതൃത്വം കട്ടപ്പന ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമരം വികസനത്തിന് രാഷ്ട്രീയത്തിൻ്റെതായ അതിർവരമ്പുകൾ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. ഇവിടെ എന്താ ഇവർ ചെയ്തത്? ഒന്ന്, ഈ മേഖലയിലുള്ള കല്ലുകുന്ന് വയലുള്ള ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കണം. അതിന് പണം അനുവദിച്ചിട്ട് ആ സ്ഥലം മേടിച്ചു കൊടുക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറായില്ല. അവസാനം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകന്മാർ സാമൂഹ്യ പ്രവർത്തകരെ കൂട്ടി സ്ഥലം വിലയ്ക്ക് മേടിച്ചു കൊടുക്കേണ്ടി വന്നു. ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഒരു പാർട്ടി എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കുവാൻ പോലും UDFനും കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല. ഘടകകക്ഷികളെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തീരുമാനമെടുക്കുവാൻ KPCCക്ക് വിട്ടിരിക്കുന്ന അവസ്ഥയാണെന്നും CV വർഗീസ്. KPCC നേതൃത്വം തീരുമാനിച്ചാലേ സ്ഥാനാർത്ഥികളെ കോൺഗ്രസിന് പ്രഖ്യാപിക്കാൻ കഴിയും. ഘടകകക്ഷികളെ വേണ്ടത്ര രൂപത്തിൽ പരിഗണിച്ചില്ല എന്നുള്ളതുകൊണ്ട് മുസ്ലിം ലീഗ് വിട്ടുനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് വിതപ്പിച്ചു വരുമ്പോൾ മറ്റ് കക്ഷികളെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയാത്ത ആഭ്യന്തര നാം മനസ്സിലാകുന്നത് തകർച്ചയുടെ മേഖലയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഇത്രയും തകർന്നു പോകും. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ 35 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷം പ്രഖ്യാപിച്ചത്. ഇതോടൊപ്പം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും LDF പൂർത്തിയാക്കി. പലയിടത്തും സ്ഥാനാർത്ഥികൾ ഒന്നാം ഘട്ട പ്രചാരണവും പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. സിറ്റി വിഷൻ, കട്ടപ്പന.